ഹായ്, റിയൽ അക്കൗണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പി എഫ് എന്താണെന്നാണ് നോക്കുന്നത്. പി എഫ് എന്നത് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ചുരുക്കരൂപമാണ്. ഇതൊരു സാമ്പത്തിക സുരക്ഷാ സംവിധാനമാണ്. സാധാരണയായി ജോലി ചെയ്യുന്നവർക്ക് പ്രയോജനകരമായ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു സാമ്പത്തിക സുരക്ഷാ സംവിധാനം. ഇന്ത്യയിൽ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളത് ഒരു സാധാരണയായ പി എഫ് പദ്ധതിയാണ്. ഇത് നിയന്ത്രിക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO ആണ്. ഇത് പ്രകാരം ഒരു കമ്പനിയിൽ 20 എംപ്ലോയീസിലധികം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായും പി എഫ് ആനുകൂല്യം നൽകേണ്ടതാണ്. 20-ൽ താഴെയാണെങ്കിൽ കമ്പനിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കാവുന്നതാണ്. EPF കണക്കാക്കുന്നതിന് ഇപ്പോഴത്തെ പരമാവധി പരിധി 15,000 രൂപയാണ്. അതായത് ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളവും ഡിയർനസ് അലവൻസും കൂട്ടി 15,000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും EPF സംഭാവന 15,000 രൂപ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും കണക്കാക്കുക. EPF സംഭാവന ചെയ്യുന്നത് തൊഴിലാളിയുടെ ഭാഗത്തുനിന്നും തൊഴിലുടമയുടെ ഭാഗത്തുനിന്നുമാണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ 12%, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആകെ മൊത്തം 12%. ഇതിൽ 3.67% EPF അക്കൗണ്ടിലേക്കും 8.